പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ 5ാം ക്ലാസ്സിലെ കിതാബുൽ ഫിഖ്ഹിലെ അദ്ദർസുർ റാബിഅ 4ാമത്തെ പാഠം മാ യോഫ അൻഹു മിനൻ നജാസാത്തി. ഈ പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇളവുള്ള നജസ്സുകൾ, അത് നിസ്കാരത്തിൽ പൊറുക്കപ്പെടുന്ന നജസ്സുകളിനെ കുറിച്ചിട്ടാണ്. ഏതൊക്കെയാണ് ആ നജസ്സുകൾ എന്നൊക്കെ നമ്മൾ പാഠഭാഗം മനസ്സിലാക്കാം. അതിൻ്റെ തദ്രിബാത്ത് ഒന്ന് നോക്കി അതിൻ്റെ ഉത്തരങ്ങളൊക്കെ പറയാം. ഇവിടെ ഒന്നാമത്തെ ചോദ്യം വന്നത്, കൊതുകിൻ്റെ രക്തം ഇളവ് ചെയ്യപ്പെടുന്നതാണോ? നമ്മൾ പാഠം മനസ്സിലാക്കി. ഒലിക്കുന്ന രക്തമില്ലാത്ത കൊതുക് പോലുള്ള രക്തം, മുറിവ്, മുഖക്കുരു, ചോരക്കുരു മുതലായവയുടെ രക്തം, ചലം, ഇതൊക്കെ ഇളവ് ലഭിക്കുന്ന നജസാണ്. അപ്പൊ അതിൻ്റെ ഉത്തരം എഴുതാൻ എന്ത്? കൊതുകിൻ്റെ രക്തം ഇളവ് ചെയ്യപ്പെടുന്നതാണ് എന്ന് ഉത്തരം എഴുതാം. രണ്ടാമത്തെ ചോദ്യം, ഇളവുള്ള നജസ്സുകൾ 3 എണ്ണം എഴുതുക. അവിടെ നമ്മൾ ബോക്സുകളിലായിട്ട് ഇളവുള്ള നജസ്സുകൾ ഓരോന്നും പറയുന്നുണ്ട്. അപ്പൊ അതിന്ന് 3 എണ്ണം എഴുതാനാണ്. മുഅല്ലഖല്ലാത്ത അന്യ രക്തം, വഴിയിൽ നജസ് ഉണ്ടെന്ന് ഉറപ്പുള്ള ചെളി, ഈച്ചയുടെ കാഷ്ടം, ഇത് ഇളവുള്ള നജസ്സുകളാണ്. അപ്പൊ ഈ 3 എണ്ണം നമുക്കവിടെ എഴുതാം. ഇനി നജസ് കൂടുതലോ കുറവോ എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് നജസ് കൂടുതലോ കുറവോ എന്ന് തീരുമാനിക്കുന്നത്? നമ്മൾ പാഠത്തിലെ ഇളവുള്ള നജസ്സുകൾ പറഞ്ഞപ്പം അതിൽ കുറഞ്ഞത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അതിൽ കൂടുതലും കുറവും മനസ്സിലാക്കുന്നത്, കുറവും കൂടുതലും തീരുമാനിക്കുന്നത് പതിവ് അനുസരിച്ചാണ്. പതിവ് അനുസരിച്ചാണ് കുറവും കൂടുതലും മനസ്സിലാക്കുന്നത്. അതായത് ഒരാളുടെ മൂക്കിൽ നിന്ന് രക്തം വരുന്നുണ്ട്, അത് സാധാരണ നിലയിൽ കുറഞ്ഞത് ആണ് വരാറ്. എന്നാൽ നിസ്കാരത്തിനിടക്ക് അത് കൂടുതലായി വന്നു. അപ്പൊ നമുക്ക് സാധാരണയിൽ നിന്ന് വ്യത്യാസമായി വന്നത് കൊണ്ട് മനസ്സിലാക്കാം അത് കൂടുതലുള്ള രക്തമാണ് എന്ന് നമുക്കവിടെ മനസ്സിലാക്കാം. അപ്പൊ അവിടെ കുറവും കൂടുതലും തീരുമാനിക്കുന്നത്, നമുക്ക് പാഠത്തിന്റെ അടിയിൽ പറയുന്നുണ്ട്, കുറവും കൂടുതലും തീരുമാനിക്കുന്നത് പതിവ് അനുസരിച്ചാണ്. അപ്പൊ അത് അതിന്റെ ആൻസർ ആയിട്ട് എഴുതാം. ഇനി 4ാമത്തത്, ഇബാദത്തിൽ നിർബന്ധമായ ഒരു കാര്യത്തിൽ ഒരാൾ വീഴ്ച വരുത്തുന്നത് കണ്ടവൻ എന്ത് ചെയ്യണം? ഒരാൾക്ക് വീഴ്ച വന്നത് കണ്ടു, അയാൾ എന്ത് ചെയ്യണം? കണ്ടവൻ വീഴ്ച വന്നവനെ അത് അറിയിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. ഇബാദത്തിൽ നിർബന്ധമായ ഒരു കാര്യത്തിൽ ഒരാൾക്ക് വീഴ്ച വന്നതായി കണ്ടാൽ അത് അറിയിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. അത് മനസ്സിലാക്കിയിട്ട് എഴുതാം. പാഠത്തിന്റെ അവസാനത്തിൽ വരുന്നുണ്ട്, അവിടെ മനസ്സിലാക്കി എഴുതാം. അടുത്തത് പിന്നെ നമുക്കൊരു പ്രവർത്തനമാണ്. എന്താണ്? നിസ്കരിക്കാൻ ഒരുങ്ങുന്ന ഒരാളുടെ വസ്ത്രത്തിൽ നജസ് കണ്ടാൽ നിങ്ങൾ എന്തു ചെയ്യും? നമ്മൾ നിസ്കരിക്കാൻ ഒരുങ്ങുന്ന ഒരാളുടെ വസ്ത്രത്തിൽ നജസ് കണ്ടു, അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യും എന്ന പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. എന്താണ്? വസ്ത്രത്തിൽ നജസ് ഉണ്ടെങ്കിൽ അത് അയാളെ ഉണർത്തും. അങ്ങനെ ഉണർത്തൽ കണ്ടവന് നിർബന്ധമാണ്. അപ്പൊ അവിടെ നമുക്ക് കണ്ടാൽ അവനെ അത് അറിയിക്കും എന്ന് നമുക്കവിടെ ആൻസർ ആയിട്ട് എഴുതാം. ഇത്രയാണ് നമുക്ക് ഈ പാഠത്തിൽ മനസ്സിലാക്കി എഴുതാനുള്ള വർക്കുകൾ ഉള്ളത്. അപ്പോൾ ഇളവുള്ള നജസ്സുകൾ ഓർഡറിൽ മനസ്സിലാക്കി പഠിക്കുക. അതിൽ കുറഞ്ഞതും കൂടുതലും എപ്പോഴാണ്, പിന്നെ കുറഞ്ഞതിൽ കൂടുതൽ ഇളവ് ലഭിക്കാത്ത സമയമൊക്കെ ഉണ്ട്. അത് സ്വന്തം പ്രയത്നം, അതായത് ഒരാൾ സ്വന്തം ചോരക്കുരു നെക്കി പൊട്ടിച്ച് നിസ്കാരത്തിനിടെ, അപ്പൊ അത് കൂടുതലായിട്ട് രക്തം വന്നു, അത് സ്വന്തം പ്രവർത്തനമായതുകൊണ്ട് അവിടെ ഇളവില്ല. എന്നാൽ അത് നിസ്കാരത്തിനിടയ്ക്ക് സ്വാഭാവികമായിട്ട് പൊട്ടി കൂടുതൽ രക്തം വന്നാൽ അവിടെ ഇളവുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം പാഠത്തിൽ കേട്ടോ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നമുക്ക് ഇനി അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.